ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചെവിക്കകത്ത് ചെറിയ മൂളൽ ശബ്ദം, ചെറിയ ടിക് ടിക് ശബ്ദം, ചില സമയത്ത് ചിലപ്പോൾ ടപ്പെന്നൊരു ശബ്ദമായിരിക്കും കേൾക്കുക. ചെവി ഇടയ്ക്ക് തുറന്നടയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ചെവിക്കകത്ത് ചിലപ്പോൾ കടലിരമ്പുന്ന പോലൊരു ശബ്ദമോ ഇല്ലെങ്കിൽ ചെറിയ മൂളലോ കേൾക്കാം. ഇത് വയസ്സായവരെയും ഇപ്പോൾ ചെറുപ്പക്കാരെയും ഒരുപോലെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പഠനങ്ങളിൽ പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരിൽ 15 മുതൽ 20% പേർക്ക് ചെവിക്കകത്ത് ഇത്തരത്തിൽ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചെവിക്കകത്ത് ഇത്തരത്തിൽ ചെറിയ മൂളൽ ശബ്ദമോ ടിക് ടിക് ശബ്ദമോ കേൾക്കുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശബ്ദം ഉണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടാവത്തില്ല. നിശബ്ദതയിൽ, അതായത് മറ്റ് സൗണ്ടുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഇത് കൂടുതൽ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും നിങ്ങൾക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഇത് എന്ത് രോഗമാണെന്ന് ഒരു കൺഫ്യൂഷനും ഒരു പരിഭ്രാന്തിയും കാരണം പലപ്പോഴും ചിലർക്ക് ഈ അസ്വസ്ഥത കാണാം, ഉറങ്ങാൻ പറ്റത്തില്ല, ശരിയായിട്ട് പഠിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു എന്ന് വരാം. ടിനിറ്റസ് എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥ ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. പല പല അവസ്ഥകൾ കൊണ്ട് ഈ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് നോർമലി നമ്മുടെ തല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണുന്നതും കേൾക്കുകയും പെട്ടെന്ന് തല തിരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബാലൻസ്, നമ്മുടെ ഈ ബാലൻസ് കറക്റ്റായിട്ട് നിലനിർത്തുന്നത് നമ്മുടെ ചെവികളാണ്. ചെവികൾക്കകത്ത് ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിന് ഈ ചെറിയ ത്രാസുകൾ പോലുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമ്മൾ തല ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ചെവിക്കകത്ത് കോക്ലിയ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ബാലൻസ് ചെയ്യുന്ന ചെറിയ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ മൂവ്മെൻ്റ് ആണ് നമുക്ക് ഈ ബാലൻസ്, നമ്മൾ തല ഇങ്ങനെ ചരിച്ചിരുന്നാൽ നമുക്ക് തല കറങ്ങാതെയോ പൊസിഷൻ മാറാതെയോ നമ്മളെ സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നത്. എപ്പോഴാണോ നമുക്ക് ഈ ബാലൻസിങ്ങിന് പ്രശ്നം വരുന്നത്, നമുക്ക് തലകറക്കം അനുഭവപ്പെടും. പലപ്പോഴും രാവിലെ ചാടി എഴുന്നേൽക്കുമ്പോഴോ കുനിഞ്ഞിട്ട് നിവരുമ്പോഴോ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴോ എല്ലാം തലകറക്കം അനുഭവപ്പെടുന്നതിന് കാരണം ചെവിക്കകത്തുള്ള ഈ കോക്ലിയക്കകത്ത് വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ കോക്ലിയക്കകത്ത് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന കോശങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേടുപറ്റിയാൽ നമുക്ക് ഈ ടിനിറ്റസ് എന്ന് പറയുന്ന അവസ്ഥ, തലകറക്കം പോലെ തന്നെ ചെവിക്കകത്ത് ഈ ടിക് ടിക് ശബ്ദമോ മൂളലോ അല്ലെങ്കിൽ ഫിസിലിംഗ് പോലുള്ള ശബ്ദമോ മുഴക്കമോ ഇരമ്പലോ എല്ലാം അനുഭവപ്പെട്ടു എന്ന് വരാം. അതല്ലെങ്കിൽ ചെവിയിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നാഡിയുണ്ട്, നെർവുണ്ട്, ഓഡിറ്ററി നെർവ് എന്ന് പറയും. ഈ നെർവിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നാലോ നമുക്ക് ഈ ടിനിറ്റസ് അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ടിനിറ്റസ് എന്ന് പറയുന്ന ചെവിക്കകത്തുള്ള ഈ ശബ്ദം കേൾക്കുന്നു എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ചെവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അടവുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെവിക്കായം ഇയർ ഡ്രമ്മിനോട് ചേർന്നിട്ട് അടഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് കേൾവിയിൽ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ചെവിക്കകത്ത് ബ്ലോക്ക് ഉണ്ടാകുന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ജലദോഷം തൊണ്ടവേദന വന്നിട്ട് ചെവിയിൽ നിന്നും നമുക്ക് തൊണ്ടക്കുഴിയിലേക്ക് വരുന്ന യുസ്റ്റേഷ്യൻ ട്യൂബുണ്ട്, ഈ ട്യൂബിനകത്ത് അടവ് വന്നാൽ ഇപ്പം ഇടവിട്ട് ജലദോഷവും തുമ്മലും വരുന്നവർക്ക് ഈ ട്യൂബ് അടഞ്ഞു പോയി എന്ന് വരാം. യുസ്റ്റേഷ്യൻ ട്യൂബൽ കറ്റാർ എന്നാണ് ഇതിന് പറയുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലെല്ലാം നിങ്ങൾക്ക് ചെവിയിൽ ഈ ടിക് ടിക് ശബ്ദമോ പ്രോബ്ലമോ അനുഭവപ്പെട്ടു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്കകത്ത് വരുന്ന ചെറിയ ഏതെങ്കിലും ഗ്രോത്ത്, ചെറിയ ട്യൂമറുകൾ, ഇല്ലെങ്കിൽ തലയ്ക്കിലേക്ക് പോകുന്ന നാഡിയിൽ വരുന്ന ചെറിയ ട്യൂമറുകൾ നമുക്ക് ചെവിയിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ നിങ്ങൾക്ക് ഈ ചെവിയിൽ ടിനിറ്റസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകൾ എടുക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രോണിക് കണ്ടീഷൻസിന് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വരുന്നു, ഹാർട്ടിൻ്റെ കംപ്ലയിൻസ് എടുക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, ചിലയിനം ആൻറ്റിബയോട്ടിക്കുകൾ, ഹൃദയത്തിന് വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകൾ, ഈ BP വേണ്ടി കഴിക്കുന്ന ചിലയിനം മരുന്നുകൾ, ഇവയുടെ എല്ലാം സൈഡ് എഫക്ട്സ് ആയിട്ട്, അതായത് പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന 200ഓളം മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് ടിനിറ്റസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മെനിയസ് ഡിസീസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പൊസിഷനിൽ വരുന്ന പ്രോബ്ലം, ഇപ്പം നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോഴോ താഴേക്ക് നോക്കുമ്പോഴോ തിരിയുമ്പോഴോ എല്ലാം വരുന്ന ചെറിയ തലകറക്കം ഉണ്ടാക്കുന്ന മെനിയസ് ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥ, ഓറൽ വേർട്ടിഗോ എന്ന് പറയും. ഈ കണ്ടീഷൻ്റെ ഭാഗമായിട്ടും ചെവിക്കകത്ത് ടിക് ടിക് ശബ്ദമോ മൂളലോ എല്ലാം ഈ ടിനിറ്റസ് അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം വരാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. ഇപ്പോൾ രക്തസമ്മർദ്ദം ഉള്ളപ്പോൾ നമ്മുടെ ചെറിയ രക്തക്കുഴൽ, ഇപ്പോൾ കണ്ണിനകത്താണെങ്കിലും ചെവിക്കകത്തൂടെ പോകുന്ന രക്തക്കുഴലിനകത്ത് രക്തം ഉയർന്ന തോതിൽ പമ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് ചെവിക്കകത്തുള്ള ഈ കോശങ്ങൾക്ക് ചെറിയ കേടുപാട് വരികയും ടിനിറ്റസ് വരികയും ചെയ്യാം. ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ തന്നെ ശരീരത്തിലെ അവയവങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസോ, ഇല്ലെങ്കിൽ ഇപ്പോൾ തൈറോയിഡിനെ ബാധിക്കുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളോ, ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലോ ചെവിയിൽ ഇത്തരത്തിൽ ടിനിറ്റസ് ടിക് ടിക് എന്ന് പറയുന്ന ശബ്ദം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. അതായത് രക്തത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെ ഉയർന്ന അളവിൽ കാണുന്ന ഒരു സാഹചര്യമാണ്.
പ്രമേഹ രോഗം നിങ്ങൾക്കറിയാം. പ്രമേഹ രോഗത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ശരിയായിട്ട് പ്രവർത്തിക്കാത്തതാണല്ലോ. ഈ പ്രമേഹ രോഗം ഒരാൾക്ക് തുടങ്ങുന്നതിന് മുൻപ് വളരെ വർഷങ്ങൾ ഒരുപക്ഷെ രക്തത്തിൽ ഇൻസുലിൻ ലെവൽ വളരെ ഉയർന്നു നിന്നു എന്ന് പറയാം. ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. പ്രമേഹ രോഗ സാധ്യതയുണ്ടെങ്കിലോ അമിതവണ്ണം ഉണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുവന്ന് വരാം. പലപ്പോഴും അമിതവണ്ണം കാണുക, കുടവയർ കാണുക, അതോടെ മുഖത്തും ശരീരത്തിലുമെല്ലാം നിറവ്യത്യാസം, ഒരു ഇരുണ്ട നിറം മുഖത്ത് വശങ്ങളിൽ കഴുത്തിലെല്ലാം കാണുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണുന്നവരിൽ പലപ്പോഴും ഈ ചെവിയിൽ ടിക് ടിക് ശബ്ദമോ എല്ലാം കണ്ടുവന്ന് വരാം. സംശയമുണ്ടെങ്കിൽ അമിതവണ്ണം ഉള്ളവരോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക. പലപ്പോഴും ഇടയ്ക്കൊക്കെ ചെവിക്കകത്ത് ചെറിയ മൂളൽ പോലെയോ ടിക് ടിക് ശബ്ദമോ ഇല്ലെങ്കിൽ അവർക്ക് കടലെരുമ്പുന്ന പോലൊരു ഒച്ചയോ ഇടയ്ക്കെങ്കിലും അനുഭവപ്പെട്ടു എന്ന് വരാറുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിൽ വരുന്ന ചില പ്രോബ്ലംസ്. ഉദാഹരണത്തിന് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, അതായത് നമ്മുടെ താടിയല്ലില്ലേ, താടിയല്ല് നമ്മുടെ തലയോട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോയിന്റ് ഉണ്ട്. ഈ ഭാഗത്തുള്ള ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് വരുന്ന പ്രോബ്ലം. ചിലർ വാ പെട്ടെന്ന് തുറക്കുമ്പോൾ വായുടെ സൈഡിൽ ടിക് ടിക് ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത്തരത്തിൽ ഈ ജോയിന്റിന് വരുന്ന നീർക്കെട്ടുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് ചെവിയിൽ ഈ ഒരു ടിനിറ്റസ് ശബ്ദം കേൾപ്പിച്ചു എന്ന് വരാം. ഇനി നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം, ഇപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലോ കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടെങ്കിലോ നമുക്ക് ഈ ടിക് ടിക് ശബ്ദം കേട്ടെന്ന് വരാം, ടിനിറ്റസ് അനുഭവപ്പെട്ടു എന്ന് വരാറുണ്ട്. കൂടാതെ അമിതമായിട്ട് പുകവലി ശീലമുള്ളവർക്കും മദ്യപാന ശീലമുള്ളവർക്കും ഈ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് ചെവിക്കകത്ത് ഈ ടിക് ടിക് സൗണ്ടോ ഇല്ലെങ്കിൽ ഈ നമുക്ക് ഈ കടലെരുമ്പുന്ന പോലുള്ള ഒച്ചയോ കേട്ടെന്ന് വരാം. ഇതൊന്നും അല്ലാതെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഈ ടിനിറ്റസ് അനുഭവപ്പെടുന്ന മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അമിതമായിട്ടുള്ള മാനസിക പ്രോബ്ലംസും ആങ്സൈറ്റി ഡിസോർഡറുമാണ്. പലപ്പോഴും അമിതമായിട്ട് ഉത്കണ്ഠയുള്ളവർക്ക് ചെവിയിൽ ഈ ടിക് ടിക് ശബ്ദമോ ചെവിക്കകത്ത് മൂളലോ കടലെരുമ്പുന്ന പോലുള്ളൊരു ശബ്ദമോ കേട്ടെന്ന് വരാം. ഇത്തരക്കാരുടെ പ്രോബ്ലം ഇവരെന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ടി വി എല്ലാം വച്ചിരിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ കുഴപ്പമില്ല. പക്ഷെ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് ഇവർ ഈ ശബ്ദത്തിനെ പറ്റി കോൺഷ്യസ് ആകുന്നത്. പലപ്പോഴും ചെവിക്കകത്തുള്ള ഈ ശബ്ദവും മൂളലും കാരണം ഇവർക്ക് ശരിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇവർ പലപ്പോഴും ഈ ശബ്ദം കേൾക്കുന്ന എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരുപക്ഷെ ഉറക്കമില്ലാതെ കിടന്നു എന്ന് വരാം. അതിനനുസരിച്ച് ഇവരുടെ ഈ പ്രശ്നങ്ങൾ കൂടി വന്നു എന്ന് വരാം. പലപ്പോഴും ആങ്സൈറ്റി ഉള്ള, അമിതമായിട്ട് ഉത്കണ്ഠയുള്ള, ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അതിനോടൊപ്പം ഈ ചെവിക്കകത്ത് ടിനിറ്റസ് കണ്ടു എന്ന് വരാറുണ്ട്. ഇനി ഈ ഒരു അവസ്ഥ, അതായത് ടിനിറ്റസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെ ഈസി ആയിട്ട് പരിഹരിക്കാം എന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സമൂഹത്തിലുള്ളതിൽ 15 മുതൽ 20% പേർക്കുള്ളതാണ്. ഞാനീ പറഞ്ഞ 10ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ടിനിറ്റസ് വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഏത് പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടിനിറ്റസ് വരുന്നതെന്ന് നോക്കി ആ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ തന്നെ ഒരുപാട് നമുക്ക് ഈ ഒരു പ്രോബ്ലം കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇതിനെ കൊണ്ട് നമുക്ക് ഈ ടിനിറ്റസ്, ചെവിക്കകത്തുള്ള ഈ മൂളൽ ശബ്ദം, ഈ ടിക് ടിക് എന്ന് പറയുന്ന ശബ്ദം, അതല്ലെങ്കിൽ ചെവിക്കകത്ത് കടലരമ്പുന്ന പോലുള്ളതോ ഇല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഈ അരിവാള് വെച്ചിട്ട് നമ്മൾ പുല്ലിറക്കത്തില്ല ആ സമയത്ത് വരുന്ന ഒരു ശബ്ദമോ പുൽച്ചാടിയുടെ ശബ്ദമോ ചീവിടിൻ്റെ ശബ്ദമോ ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ഇതിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് വരുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്കല്ല കേട്ടോ. US-ലുള്ള ഡോക്ടർ ജെ സ്ട്രാറ്റം എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചതും ഡെവലപ്പ് ചെയ്തതും ഇത് ഒരുപാട് പേരിൽ ട്രൈ ചെയ്തതും. ഇത് ഉപയോഗിച്ച ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ തീവ്രത ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്ന സിമ്പിൾ ടെക്നിക്ക് ചെയ്താൽ ആശ്വാസം ലഭിക്കും. നിങ്ങൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇരു ചെവികളുമില്ലേ, ഇരു ചെവികളുടെയും കൃത്യം പുറകിലായിട്ട് ചെവികളുടെ നേർരേഖയിൽ പുറകിലേക്ക് നമ്മുടെ ഇരു കൈകളും നമ്മളിങ്ങനെ ഈ കൈകൾ ഇങ്ങനെ ചേർത്ത് വച്ചതിന് ശേഷം കൈയുടെ ഈ 2 വിരലുകൾ കൊണ്ട് നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്യുക. ഞാനിവിടെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ തിരിഞ്ഞു നിന്നതിന് ശേഷം നിങ്ങളിവിടെ നോക്കുക. എൻ്റെ ഇരു ചെവികളുടെയും കൃത്യം സെൻറ്ററിൽ ഈ ലൈനിലായിട്ട് നിങ്ങൾ ഈ കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ കൈകളുടെ ഈ ചൂണ്ടുവിരലുകൾ കൊണ്ട് നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്യുക. സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഇത് ഈ ഭാഗത്തുള്ള നെർവിന്, നാഡിക്ക് നമ്മൾ നൽകുന്ന സ്റ്റിമുലേറ്ററാണ്. ഈ സ്റ്റിമുലേഷൻ കൊണ്ട് നമുക്ക് ഈ അസ്വസ്ഥത കുറച്ചുകൊണ്ടുവരാൻ പറ്റും. തുടർച്ചയായിട്ട് 20 തവണ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിമുലേഷൻ, ഈ ടാപ്പിംഗ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. 20 തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കുറവുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 20 തവണ നിങ്ങളിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ തീവ്രത കുറയുന്നതായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടെങ്കിൽ ഒരു ദിവസം 3 മുതൽ 5 തവണ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അസഹ്യമായ തോതിൽ ചെവിക്കകത്ത് ഈ ശബ്ദമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കൈവച്ചിട്ടുള്ള ഈ ഒരു വ്യായാമം തുടർച്ചയായിട്ട് 20 തവണ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം
ഇടവിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ഇടവിട്ടോ 2 മണിക്കൂർ ഇടവിട്ടോ ഇത് ആവർത്തിക്കാം. ഒരു ദിവസത്തിൽ 10 തവണ വരെ ഈ ചെറിയ ഇടവേളകൾ നിങ്ങൾക്ക് ഈ ഒരു ടിനിറ്റസിന് വേണ്ടിയിട്ടുള്ള ഈ സിമ്പിൾ ടെക്നിക്ക്, സിമ്പിൾ എക്സസൈസ് ആവർത്തിക്കാവുന്നതാണ്. വളരെ ഫലപ്രദമാണ്. ഉപയോഗിച്ച ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ചികിത്സയോടൊപ്പവും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തലയിറക്കമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ, ഒരുപാട് തല മുകളിലേക്ക് വളയ്ക്കാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകൾ ഇങ്ങനെ വച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത് ചെവിയിൽ ഈ ശബ്ദവും ബുദ്ധിമുട്ടുകളും ഉള്ളവർക്ക് മാത്രമേ ഇതുകൊണ്ടുള്ള അസ്വസ്ഥത മനസ്സിലാകത്തുള്ളൂ. കാരണം അവർക്കൊരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നിശബ്ദതയിൽ ഇരുന്നൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരുപാട് പേര് അലട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.